ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ചാർലി ഗിർവാദിസ് അങ്കമാലി. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ പ്രഭാത വചന ധ്യാനത്തിനായി നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, ഏറെ നാൾ ദുഃഖിച്ചു. ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലായ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞെന്നാൽ. നമുക്കെല്ലാവർക്കും ഈ വായിച്ച വേദവാക്യത്തിന്റെ പശ്ചാത്തലം വളരെയധികം സുപരിചിതമാണ്. എസ്രായുടെയും സെരുബാബലിന്റെയും നേതൃത്വത്തിൽ ദേവാലയം പുതുക്കി പണിതുവെങ്കിലും ആ ദേവാലയം അവിടെ പോയി സന്ദർശിച്ച് മടങ്ങി വന്നവർ നെഹമ്യാവിനോട് പറയുന്ന വാക്കുകളും തുടർന്ന് അത് കേട്ടപ്പോൾ നെഹമ്യാവിന്റെ പ്രതികരണവുമാണ് നാം വായിച്ചു കേട്ടത്. നമുക്കൊരു ദേവാലയമുണ്ട്, എന്നാൽ ആ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ആ പട്ടണത്തിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടുകിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അർത്ഥശ്രേഷ്ഠ രാജാവിന്റെ പാനപാത്രവാഹകൻ എന്ന ഉന്നത പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന നെഹമ്യാവിന്റെ പ്രതികരണവും തുടർന്ന് നമുക്ക് വായിക്കുവാൻ ഇടയായി. നെഹമ്യാവ് പറയുകയാണ്, ഇത് കേട്ടപ്പോൾ എന്റെ ദൈവത്തിന്റെ ആലയം ആയി സ്ഥിതി ചെയ്യുന്ന ആ പട്ടണത്തിന്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരയുവാൻ ഇടയായി. കുറെ നാൾ ദുഃഖിച്ച് നടക്കുവാൻ ഇടയായി. നാളുകൾ ഞാൻ ഉപവസിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. 6-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ നെഹമ്യാവ് പറയാണ്, ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തു എന്ന് പറയുന്ന നെഹമ്യാവിനെ, ദൈവസന്നിധിയിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദുഃഖിക്കുന്ന ഒരു നെഹമ്യാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നെഹമ്യാവിന് തന്റെ ദുഃഖം അടക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന ഒരു പട്ടണം എന്നാൽ മതിലുകൾ കാണിക്കുന്നത് വേർപാടിനെയാണ്. ലോകത്തിൽ നിന്നുള്ള വേർപാട് തന്റെ ജനത്തിന് നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുന്ന ഒരു നെഹമ്യാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത് കേവലം യെരുശലേമിന്റെ അവസ്ഥ മാത്രമാണോ? 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നുവെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പോൾ പൗലോസ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. നാം ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്ന് പൗലോസ് നമ്മളെ റിമൈൻഡ് ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ, നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ, തന്നെയുമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മതിലുകൾ എപ്രകാരമുള്ളതാണെന്ന് എപ്പോഴെങ്കിലും പരിശോധിച്ചു നോക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയായിട്ടുണ്ടോ? നമ്മുടെ രഹസ്യ ജീവിതം
അത് എങ്ങനെയുള്ളതാണ് എന്ന് ഒരിക്കലെങ്കിലും പരിശോധിച്ച് നോക്കുവാൻ തക്കവണ്ണം, ഒന്ന് വിചിന്തനം ചെയ്യുവാൻ തക്കവണ്ണം, ഒന്ന് പിന്തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണം നമുക്കിടയായിട്ടുണ്ടോ? ദൈവത്തിന്റെ ആലയമാകുന്ന നമ്മുടെ ഹൃദയത്തിൽ മലിനമാകാതെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായവയാണോ ആ മതിലുകൾ എന്ന്, അത് എത്രമാത്രം ദൃഢതയുള്ളതാണെന്ന് ഒന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം, ഒന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം നമുക്ക് എപ്പോഴെങ്കിലും ഇടയായിട്ടുണ്ടോ? ഈ ലോകത്തിന്റെ മോഹങ്ങളും താല്പര്യങ്ങളും എളുപ്പത്തിൽ കടന്നു വരുവാൻ കഴിയുന്ന വിധത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണോ നമ്മളുടെ മതിലുകൾ എന്ന് എപ്പോഴെങ്കിലും ഒന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായിട്ടുണ്ടോ? നാം കാണുന്നുണ്ട്, യെരൂശലേമിന്റെ മതിലുകൾ തീ വെച്ച് ചുട്ടുകിടക്കുന്ന അവസ്ഥയിലാണ്. നമ്മുടെ മതിലുകൾ എപ്രകാരമുള്ളതാണ്? ആ മതിലുകളിൽ സ്ഥിതി ചെയ്യുന്ന വാതിലുകൾ ഇന്ന് തീ വെച്ച് ചുട്ടുകിടക്കുന്ന അവസ്ഥയിലാണോ എന്ന് ഒന്ന് പരിശോധിക്കുവാൻ എന്തൊക്കെ നമുക്കിടയായിട്ടുണ്ടോ? നമ്മുടെ കണ്ണും കാതും വായും ഹൃദയം എന്ന ആലയത്തിന്റെ വാതിലുകളാണ്. ആ ഹൃദയം എന്ന ആലയത്തിലോട്ട് സാത്താൻ പ്രവേശിക്കുന്നത് ഈ വാതിലൂടെയാണ് എന്ന സത്യം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ കന്യകയെ നോക്കുന്നത് എങ്ങനെയെന്ന് ഇയ്യോബ് പറഞ്ഞതുപോലെ ഈ ആലയത്തെ മലിനമാക്കുന്ന യാതൊരു വസ്തുവും എന്റെ കണ്ണാകുന്ന ആ വാതിലിലൂടെ, എന്റെ കാതാകുന്ന ആ വാതിലിലൂടെ, എന്റെ വായെന്ന ആ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുവാൻ തക്കണം ഞാൻ അനുവദിക്കുകയില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കുവാൻ തക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയായിട്ടുണ്ടോ? അതോ ആ വാതിലുകൾ കാവൽക്കാരില്ലാതെ തീ വെച്ച് ചുട്ടുകിടക്കുന്ന അവസ്ഥയിലാണോ? എങ്കിൽ കരയുവാനുള്ള സമയമായി, എങ്കിൽ ദുഃഖിക്കുവാനുള്ള സമയമായി, എങ്കിൽ പ്രാർത്ഥിക്കുവാനുള്ള സമയമായി, എങ്കിൽ തീരുമാനമെടുക്കുവാനുള്ള സമയമായി. പ്രിയമുള്ളവരെ, നമ്മുടെ കുറ്റങ്ങളെ നമുക്ക് ഏറ്റുപറയാം. നമ്മളുടെ മതിലുകളെ നമുക്ക് ഒന്ന് പണിയുവാനുള്ള തീരുമാനമെടുക്കാം. നമ്മുടെ ആലയത്തിന്റെ ആ വാതിലുകളുടെ ശോചനീയ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒന്ന് ദൃഢമാക്കുവാൻ തക്കവണ്ണം ഉള്ള തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കാം. വലിയവനായ ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ എന്ന് യഹോവയുടെ മിനിസ്ട്രിക്ക് വേണ്ടി ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ ചാർലി ഗർവാദീസ്.